ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിൻ്റെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കാണ് ഋതുവിൻ്റെ അടുത്ത്. പക്ഷേ ഋതു ആരാ മോള്? ഇന്ദ്രനെ വരച്ച വരയിൽ നോക്കാൻ വേണ്ടി ഋതു നോക്കുന്നുണ്ട്. ഋതു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാം കേട്ടോ. അതിപ്പോൾ പല്ലവി ചേച്ചിയെടുത്ത് നിങ്ങൾ ചെയ്ത ക്രൂരതകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അമ്മയുമൊട്ടും മോശമൊന്നുമല്ല, ആകെ മനസ്സാക്ഷിയുള്ളത് നിങ്ങളുടെ അനിയനെ മാത്രമല്ലേ. നോക്ക്, ഇവിടെ ഞങ്ങൾ 2 മരുമക്കളാണ് ഉള്ളത്, പാർവതിയും ഞാനും. ഞങ്ങൾക്ക് മാന്യം മര്യാദയിട്ട് വേണം നിങ്ങൾ സംസാരിക്കാനായിട്ട്, പെരുമാറാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഋതു ആരാന്ന് നിങ്ങൾ അറിയും, ഞാൻ കൊന്നുകളയും നിങ്ങളെ എന്നൊക്കെ ഇന്ദ്രനോട് പറയുന്നുണ്ടല്ലോ. ഇന്ദ്രൻ ആകൊന്ന് ഷോക്കാവുന്നുണ്ടെങ്കിലും പിന്നീട് ഇന്ദ്രൻ പതുക്കെ തൻ്റെ സൈക്കോ സ്വഭാവം പുറത്തേക്ക് എടുക്കുകയാണ്. പല്ലവിയുടെ കാണിച്ച അതേ സംഭവം തന്നെയാട്ടോ കാണിക്കണത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഋതു ഗർഭിണിയാണ്. എന്നിട്ട് പോലും ഋതുവിനെ കൊണ്ട് മോഡേൺ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കുകയാണ്. ഓൾറെഡി ഋതു ഒരുപാട് മോഡേൺ ഡ്രസ്സ് ഇടുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ ഇന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് ഇത്ര മോഡേൺ ഡ്രസ്സല്ല പറ്റുന്നത്, കുറച്ചുകൂടി നല്ല മോഡേൺ ആവണം, കാണുമ്പോൾ തന്നെ ആൾക്കാരുടെ കണ്ണിന് കുളിർമ തരുന്നത് മോഡേൺ എന്ന് പറയാണ്. ആ സമയത്ത് ഋതു പറയുന്നുണ്ട്, അതെ ഞാനിപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഇടാൻ പറ്റുന്ന കുറച്ച് കംഫർട്ട് ഡ്രസ്സുകളുണ്ട്, മനസ്സിലായോ, ആ ഡ്രസ്സ് ഞാൻ ഇടൂ എന്ന് പറയുകയാണ്. ഇന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താണോ അത് വേണം നീ ഇടാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിലോ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഋതു ചോദിക്കേണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? പല്ലവീനെ ചെയ്ത പോലെ നിങ്ങൾ എന്നോട് ചെയ്ത് നോക്ക്. അഥവാ നിങ്ങൾക്ക് അത്രയ്ക്ക് ആഗ്രഹമാണ് മോഡേൺ ഡ്രസ്സ് ഇട്ട് കാണണമെങ്കിലേ താഴത്ത് നിങ്ങൾ തള്ളയുണ്ടല്ലോ അവരെ കൊണ്ടിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഋതു അവിടെ നിന്ന് പോകാട്ടോ. ഇന്ദ്രൻ ചമ്മി പോകാണ്. ഈ സ്നേഹക്കൂട് സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഒരുപാട് റിവ്യൂസ് ഇടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ഇടണേ. സ്നേഹക്കൂടിൽ ഇഷ്ടമാണെങ്കിൽ സ്നേഹക്കൂടിൻ്റെ താഴെ ഇതിൻ്റെ താഴെ സ്നേഹക്കൂട് എന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടണേ. ബൈ ബൈ.